Good morning, everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ആണ്. 1.26% ഗ്യാപ്പ് ഡൗൺ ആണ്. 290.15 പോയിന്റ്സ് ആണ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ്. 291.26. ടു 90.15 ആണ്. ഓക്കെ, അപ്പോൾ വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് വരാൻ പോകുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ഇനി കുറച്ച് ഒരു മിനിറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. എങ്ങനെയാണോ ചാർട്ട് ഫോം ചെയ്യാൻ പോകുന്നത്, ക്യാൻഡിൽസ് വരുന്നത്, അതിനനുസരിച്ചിട്ട് നമുക്ക് എൻട്രീസ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നല്ല ട്രേഡ്സ് നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചു. ലോസിൽ പോയതിന് ശേഷം അത് റിക്കവർ ചെയ്ത് പ്രോഫിറ്റിലേക്ക് വരാൻ സാധിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പേഷ്യൻസോടുകൂടി അതേപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. $23,000. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. നമുക്കൊരു പുട്ട് ഓപ്ഷൻ എൻട്രി എടുക്കാം. 22,700. 22,400. യെസ്, നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ട്. 137 ആവറേജ് പ്രൈസ്. ലോട്ട് സൈസ് ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ലോട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ₹1,000 ലോസിൽ വന്നു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ ഇനിയുള്ള അഡീഷൻ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വെറുതെ 10-20 പോയിൻ്റ് ഫുൾ ബാക്ക് വന്നതുകൊണ്ട് മാത്രം നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാട് സമയമുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു 50 പോയിൻറ്റ്സ് താഴോട്ട് വന്നിട്ട് ആഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. എന്തായാലും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യാം. നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം ആഡ് ചെയ്യാം. കൺഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ ആഡ് ചെയ്യാതിരിക്കാം. ഈ ഒരു കാര്യം മാത്രം എപ്പോഴും ഓർത്താൽ മതി. കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം ആഡ് ചെയ്യാം. കൺഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ ആഡ് ചെയ്യാതെ ഒരു ലോട്ടിൽ തന്നെ നമുക്ക് എന്താണോ പ്രോഫിറ്റും ലോസും വരുന്നത് അത് നമുക്ക് പെയർ ചെയ്യാനായിട്ട് തയ്യാറാകുന്നതാണ്. 22,000. നമ്മളൊരു 1,500 ലോസിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. നമുക്ക് എൻട്രി കൺഫേം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. വെയിറ്റ് ചെയ്യാം. എന്തായാലും ഡേ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് പുട്ട് ഓപ്ഷൻ. പക്ഷേ അതിന് എത്ര സമയം എടുക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും. കാരണം ഓൾറെഡി മാർക്കറ്റ് വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചാർട്ടും വാച്ച് ചെയ്യാം. ഒരു ലോട്ട് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ആ ഒരു ലോട്ടിലാണ് 1,500 ലോസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 ലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 3,000
3000 5000 ലോസൊക്കെ നമുക്ക് 2-3 ലോട്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വരാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ ആ ഒരു പൊസിഷൻ സൈസ് ശ്രദ്ധിക്കുക. ആഡ് ചെയ്യാൻ എന്തായാലും ഓപ്പർച്യൂണിറ്റി കിട്ടും. വൺസ് ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് ശേഷം ആഡ് ചെയ്യുകയാണെങ്കിൽ അത് കൺഫേം ആയിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് നല്ല പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ആ ഒരു കൺഫർമേഷൻ ഇല്ലാതെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അത് ലോസിലേക്ക് മാത്രമേ പോകുള്ളൂ. ഫസ്റ്റ് 1 മിനിറ്റിൽ നല്ലൊരു മൊമെൻ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഒന്ന് എൻ്റർ ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്ക് ഇനഫ് ടൈമുണ്ട് എടുക്കാനായിട്ട്. നോക്കാം. റീടെസ്റ്റ് ഡേ ലോ റീടെസ്റ്റിലേക്ക് ഒരു ഫോളോ കൂടി വരുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും 22,700 ലെവൽ വന്നു കഴിഞ്ഞു. ഫൈനലി അതൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലാണ്. ഒരു റീടെസ്റ്റ് വരാൻ ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണെന്ന് വേണം പറയാൻ. കാരണം ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലാണ് 23,700. നമ്മൾ ആ ഒരു ലെവലൊരു കുറച്ച് കൺസോൾട്ടേഷൻ ഓൾ ടൈം ഹൈയിൽ വന്നതിന് ശേഷം ആ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആയിരുന്നു. ആ ഒരു ലെവലിലേക്ക് ഒരു ഫോൾ വരാനുള്ള ചാൻസസ്. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു പൊസിഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്. എന്തായാലും ഡേ ഹൈ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ഇന്ന്. പക്ഷേ ഇന്ന് മാർക്കറ്റ് റിക്കവർ ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കാം. ആഡ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി പ്രോപ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രം ആഡ് ചെയ്യാം. ഇപ്പോഴൊക്കെ നമുക്ക് ഫുൾ ബാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്പോട്ട് ലെവലിൽ ഇവിടെ കാണാം. മേ ബി ഒരു റീടെസ്റ്റ് ഡേ ഹൈ റീടെസ്റ്റ് വരണമെങ്കിൽ എഗെയിൻ ഒരു ഫുൾ ബാക്കിന് ശേഷം ലോവർ ഹൈ ഫോം ചെയ്ത് ഡൗൺ ആവണം സ്പോട്ട് ചാർട്ട് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഇപ്പോൾ ഇല്ല. ആസ് ഓഫ് നൗ മാർക്കറ്റ് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. നമ്മൾ അനാവശ്യമായിട്ടുള്ള എൻട്രീസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ആവറേജ് ചെയ്യുക എന്നുള്ള പേരിൽ നമ്മൾ വെറുതെ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്തിട്ട് കാര്യമില്ല. ഡയറക്ഷൻ കൺഫേം ആണെങ്കിൽ നമുക്ക് ഈവൻ ഒരു ലോട്ട് തന്നെ ധാരാളം നമുക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ. ഒരു ലോട്ട് എടുത്തു എന്നുള്ളത് നമ്മൾ ആ ഒരു മൊമെൻറ്റം ഫസ്റ്റ് 1 മിനിറ്റിൽ നമുക്ക് നല്ലൊരു മൊമെൻറ്റം കാണാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു മൊമെൻറ്റം എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മാർക്കറ്റ് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ 22,700 വന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ക്വാണ്ടിറ്റി സൈസിൽ കൺട്രോൾ ചെയ്യാൻ വിചാരിച്ചത്. എന്തായാലും ഒരു റിസ്കി പൊസിഷനാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ആസ് ഓഫ് നൗ നമ്മൾ ലോട്ട് സൈസ് 1 ലോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1500 ലോസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് നോക്കാം.
അപ്പോൾ നമ്മുടെ പൊസിഷൻ ഒരു 500 റുപ്പീസ് ലോസിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് 128.29 ലെവലിലേക്കാണ് 22,400 പുട്ട് ഓപ്ഷൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്തതിന് ശേഷം ഒരു പുൾ ബാക്ക് വന്നു, ഡേ ലോയിലേക്കാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഗെയിൻ 700 ബ്രേക്ക് ചെയ്തത് കൊണ്ടായിരിക്കാം അതൊരു റെസിസ്റ്റൻസ് ലെവലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഡേ ഹൈ വന്നിട്ടുള്ളത് 142 ആണ്. അപ്പോൾ ഇതുവരെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല, അപ്പോൾ അതിൻ്റെ കാരണം കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഒരു പ്രീവിയസ് ലോ വന്നിട്ടുള്ള ലെവലിൽ നിന്നാണ് ഒരു അപ്പ് മൂവ് വന്നിട്ടുള്ളത്. ഓപ്ഷൻ ചാർട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് ഞാൻ ആഡ് ചെയ്തിട്ടില്ല, കാരണം റിസ്ക് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് വരുന്ന കൺഫർമേഷൻസ് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ 500 റുപ്പീസ് ലോസിലാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം ഒരു 2000 എറൗണ്ട് പോയിട്ടുണ്ടായിരുന്നു ലോസ്. അപ്പോൾ അവിടെ നിന്ന് റിക്കവറായി വരുന്നുണ്ട്. നമുക്ക് ഇനി വരുന്ന കൺഫർമേഷനിൽ നമുക്ക് ആഡ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഷുവറായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോൾ ഓപ്ഷൻ ഡേ ലോയിലാണ് നിൽക്കുന്നത്. കോൾ ഓപ്ഷൻ ഓൾമോസ്റ്റ് ഒരു ഡേ ലോ ആണ്. എന്തായാലും ഡേ ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുക. അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഓൾറെഡി നമുക്ക് ഒരു ഡൗൺ ആവും മാർക്കറ്റ് എന്നാണ് ഒരു വ്യൂ ഉള്ളത്. 22,700 ലെവൽ ബ്രേക്ക് ചെയ്ത് സ്ഥിതിക്ക് നമുക്ക് നല്ലൊരു ഫോൾ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഒരു ലോട്ട് എടുത്തിട്ട് കാണിക്കുന്ന ഈ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ആ ഒരു ഡിസിപ്ലിനാണ് നമുക്ക് നല്ല പ്രോഫിറ്റ്സ് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളിലേക്ക് എത്തിക്കുക. അപ്പോൾ അത് നമ്മൾ മിസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഡിസിപ്ലിനോട് കൂടി തന്നെ ചെയ്യാം. 137.25 ആണ് നമ്മുടെ ആവറേജ് പ്രൈസ് വിത്ത് 1 ലോട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു 10 ലോട്ട്സ് വരെ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരും. അപ്പോൾ അത് നമുക്ക് വെയിറ്റ് ചെയ്ത കൺഫേം ആയാൽ മാത്രമേ നമുക്ക് അതിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. യെസ്, 130 പ്ലസിലേക്ക് വന്നിട്ടുണ്ട്. 142 ബ്രേക്ക് ചെയ്താലും നമുക്ക് ഹയർ ലെവൽസ് ഒന്നും നമുക്ക് പിരമിഡ് ചെയ്തിട്ട് എടുക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം. എൻട്രി കൺഫേം ആവുകയാണെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാം. Is 133, 135 almost. Is 135. നമ്മൾ കോസ്റ്റിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഓൾമോസ്റ്റ് കോസ്റ്റ് 137 ആണ് കോസ്റ്റ്. ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്യോ നമുക്ക് നോക്കാം. കോൾ ഓപ്ഷൻ അതുപോലെ തന്നെ സ്പോട്ട് ചാർട്ടിൽ നമുക്ക് ഇവിടെ ഒരു ഡേ ലോ ലെവലിലേക്ക് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള ഡേ ലോ എന്ന് പറയുന്നത് 22,634.55 ആണ് ഇതുവരെയുള്ള ഡേ ലോ നിഫ്റ്റിയിൽ വന്നിട്ടുള്ളത്. ഒരു സപ്പോർട്ട് ലെവൽ കൂടിയാണ് 22,650 ലെവൽ. അതുകൊണ്ട് അവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ വരും, എങ്കിലൊരു പുൾ ബാക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു എൻട്രി കൊടുക്കാം, പുട്ട് ഓപ്ഷൻ തന്നെ. യെസ്, നമ്മളൊരു രണ്ട് ലോട്ടായിട്ടുണ്ട്. 133.82 ആണ് ആവറേജ് പ്രൈസ്. നമുക്കിപ്പോൾ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഒരു അഗ്രസീവായിട്ടൊരു എൻട്രി ഞാൻ എടുത്തിട്ടുള്ളത്. ലെറ്റ്സ് വെയിറ്റ്. അപ്പോൾ ഇനി 142 ഡേ ഹൈ ബ്രേക്ക് ചെയ്യോ നമുക്ക് നോക്കാം. യെസ്, നമ്മൾ 132ലാണ് നിൽക്കുന്നത്. ആവറേജ് പ്രൈസ് 133.82, അതായത് 134 എന്ന് വയ്ക്കാം. യെസ്, നമ്മൾ കോസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു. നല്ലൊരു അഡീഷൻ ആണെങ്കിൽ എന്തായാലും ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യുന്നത് കാണാം. ഒരു കൺഫർമേഷൻ ഉണ്ട് ഓൾറെഡി. നമുക്കൊരു 50 പോയിൻറ്റ്സ് ടാർഗറ്റ് ചെയ്യാം. ഒരു 170, 140 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊരു
160 170 ലെവലിലേക്ക് ഒരു സ്പൈക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ ലോസിലേക്ക് വരുന്ന ഭാഗം എപ്പോഴും മിനിമം നമ്പർ ഓഫ് ലോട്ട്സിൽ നമ്മൾ ആ ലോസ് ഹാൻഡിൽ ചെയ്യുക. പ്രോഫിറ്റ്സ് എപ്പോഴും മാക്സിമം നമ്പർ ഓഫ് ലോട്ട്സിൽ ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ അതിനർത്ഥം പ്രോഫിറ്റിലേക്ക് വന്നതും മാക്സിമം നമ്പർ ഓഫ് ലോട്ട്സ് എടുക്കണമെന്നല്ല, മാക്സിമം നമ്പർ ഓഫ് ലോട്ട്സ് ആവുന്നത് വരെ ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുക. അൺലെസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചാർട്ടിൽ കാണുന്നത് വരെ ആഡ് ചെയ്യുക. നമുക്ക് ഈ പ്രോഫിറ്റ്സ് നോക്കിയിട്ടല്ല, നമ്മുടെ ലെവൽസും മാർക്കറ്റിൻ്റെ മൊമെൻറ്റം ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 1000 rupees പ്രോഫിറ്റിലാണ്, ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്പോട്ട് ലെവൽ ഒന്ന് വാച്ച് ചെയ്യാം. ഡേ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു, ന്യൂ ഡേ ലോ ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയൊരു 20-30 പോയിൻറ്റ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് എത്ര പെട്ടെന്ന് വരുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂടുതലാക്കാനുള്ള ഒരു ഫാക്ടർ. അപ്പോൾ നമ്മൾ 2 ലോട്ട് ആഡ് ചെയ്തു. പ്രീവിയസ് കൺഫർമേഷൻ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ അത് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു 9:16 നമ്മൾ ട്രേഡ് എടുത്തിട്ട് അടുത്ത ട്രേഡ് എടുക്കുന്നത് 9:53 ആണ്. അപ്പോൾ നമുക്കൊരു 45 മിനിറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഒരു 35 മിനിറ്റ്സിന് ശേഷമാണ് നമ്മൾ ഒരു എൻട്രി എടുക്കുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു പേഷ്യൻസ് നമ്മൾ ആഡ് ചെയ്യാൻ, നമ്മളിപ്പോൾ എത്ര കൺഫേം ആയിട്ടുള്ള ട്രേഡ് ആണെങ്കിലും എത്ര കോൺഫിഡൻസ് ഉള്ള ട്രേഡ് ആണെങ്കിലും നമുക്ക് ആഡ് ചെയ്യാനൊരു സെറ്റപ്പ് വരാനുണ്ട്. അപ്പോൾ അത് കൺഫേം ആയാൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ലോസ് ബെയർ ചെയ്യുകയാണെങ്കിൽ ഒരു ലോട്ടിൽ മാത്രമേ നമ്മൾ ലോസ് ബെയർ ചെയ്യാൻ പാടുള്ളൂ. പ്രോഫിറ്റ് വരികയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് പ്രോഫിറ്റ് വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഇതിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിൽ വളരെയധികം ഡിസിപ്ലിൻ ആവശ്യമാണ്. ഇപ്പോൾ ഡെയിലോ ലെവൽ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇനിയാണ് മൊമെൻറ്റം വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇവിടെ നിന്നും പുട്ട് ഓപ്ഷനിൽ മാത്രമായിട്ടൊരു മൊമെൻറ്റം നമുക്ക് കാണാം. മേ ബി കോൾ ഓപ്ഷനിലൊരു ഫോൾ വരാനുള്ള ചാൻസസ് കുറവാണ്. സപ്പോർട്ടിൽ തന്നെ നിൽക്കും. ആ ഒരു സമയം കൊണ്ട് പുട്ട് ഓപ്ഷനിൽ ഒരു 20-30 പോയിൻറ്റ്സ് ചിലപ്പോൾ സ്പൈക്ക് ആയേക്കാം. അത് നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. കാരണം ഇതിൽ നമുക്ക് ആ ഒരു സൈക്കോളജി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രേഡിംഗ് സൈക്കോളജി എങ്ങനെ ആഡ് ചെയ്യണം, ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ എന്തായിരിക്കണം, നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ മെയിൻലി ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു 2.7K പ്രോഫിറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്രീമിയം നോക്കുകയാണെങ്കിൽ 153 ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് 170 നമ്മൾ ടാർഗറ്റ് ചെയ്തത്. ഒരു സ്പൈക്ക് വരണം, നമുക്ക് അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല പുട്ട് കോൾ ഓപ്ഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വാച്ച് ചെയ്യുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, പുട്ട് ഓപ്ഷനിൽ മാത്രമായിരിക്കും ഈ ഒരു സ്പൈക്ക് വരിക, കോൾ ഓപ്ഷനിൽ വരണമെന്നില്ല. 158-59 ആണ് ഡേ ഹൈ വന്നിട്ടുള്ളത്. നമുക്ക് 170 ടാർഗറ്റ് ചെയ്യാം. വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് 170 ടാർഗറ്റ് ചെയ്യാം. 170 നമുക്ക് ബുക്ക് ചെയ്യാം. ഈവൺ ബുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ലെവലാണ്. മൊമെൻറ്റം ഉണ്ട്. മേ ബി ഒരു ക്യാൻഡിൽ വന്നാൽ മതി. നമുക്ക് ഒരു ക്യാൻഡിൽ ഒരു റൈറ്റ് അവേ ഒരു 50 പോയിൻറ്റ്സ് വരാനുള്ള പൊട്ടൻഷ്യൽ ആ ഒരു സെറ്റ് പീസ് വന്നിട്ടുണ്ട് ഓൾറെഡി. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ കോൾ ഓപ്ഷനിൽ ഡേ ലോ ബ്രേക്ക് ചെയ്യില്ല. നമുക്ക് ഡേ ലോ ബ്രേക്ക് ചെയ്തു, പക്ഷേ ഡേ ലോ ബ്രേക്ക് ചെയ്താൽ ഇതുപോലൊരു ഫോള് കോൾ ഓപ്ഷനിൽ വരില്ല. കാരണം പ്രീമിയം ഓൾറെഡി DK ആയി കഴിഞ്ഞു കോൾ ഓപ്ഷനിൽ. അപ്പോൾ ഇനി സമയം എടുത്തിട്ട് മാത്രമേ കോൾ ഓപ്ഷനിൽ അങ്ങനെയുള്ളൊരു ഫോള് വരുള്ളൂ. ഇപ്പോൾ ഒരു 150 ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. ഇനി ഒരു കൺഫർമേഷൻ വരികയാണെങ്കിലും ഞാൻ ആഡ് ചെയ്യാനാണ് വെയിറ്റ് ചെയ്യുന്നത്.
യെസ്, ബൈയിങ് പ്രഷറുണ്ട് പുട്ട് ഓപ്ഷനിൽ. അപ്പോൾ ഡേ ഹൈ വന്നിട്ടുള്ളത് 160.95 ആണ്. നമുക്ക് 170 പ്ലസ്, എനിത്തിങ് എബവ് 170 നമ്മൾ ബുക്ക് ചെയ്യും. സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ഒരു മൊമെൻറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് 1 മിനിറ്റിൽ ഒരു ഫോളിന് ശേഷം ഒരു ലോവർ ഹൈ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാം സ്പോട്ടിലൊരു ലോവർ ഹൈ ഫോം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫോള് വളരെ ഷാർപ്പായിരിക്കും. ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്തിട്ടുണ്ട്. മേ ബി 170 നമ്മൾ ബുക്ക് ചെയ്യാൻ റെഡി ആവുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ തന്നെ 170 വരും, സ്ക്വയർ ഓഫ് ചെയ്യാൻ റെഡി ആവുക എന്നുള്ളതാണ്. ഓക്കെ, 161, യെസ്, ന്യൂ ഡേ ഹൈ. 62, let's wait. Yes, 60 നിൽക്കുന്നുണ്ട്. ഈ ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ നമ്മൾ ബുക്ക് ചെയ്യും. 63, ഓക്കെ. യെസ്, 60, 63, 64 വന്നിട്ടുണ്ട്. ബട്ട് നമ്മൾ 170 ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. യെസ്, 164 എന്നൊരു ഫുൾ ബാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാനീ വീഡിയോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പം പെട്ടെന്ന് ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ചിലപ്പം ലൈവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. $164.45 day high as of now. നമുക്കതിന് ശേഷം ആഡ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടില്ല, അതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത്. നമുക്കൊരു സ്ക്വയർ ഓഫ് ചെയ്യാം. യെസ്, നമ്മൾ 2.6K പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു പുൾ ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവലിൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയൊരു മൊമെൻറ്റം വരുമ്പോൾ നമുക്ക് അടുത്തൊരു എൻട്രി എടുക്കാം. നമ്മൾ 2.6K പ്രോഫിറ്റാണ് ഈ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് 154 ബുക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഒരു ഫുൾ ബാക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. മേ ബി അതൊരു 130 ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി നോക്കാം. ഫുൾ ബാക്ക് വന്നതിന് ശേഷം എൻട്രി കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് ട്രേഡിൽ കാണാം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ 170 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അതായത് സ്പോട്ടിലൊരു ചെറിയ പുൾ ബാക്കിന് ശേഷം ലോവർ ലോ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ലോവർ ഹൈ ലോവർ ലോയിലാണ് ഇപ്പോൾ മാർക്കറ്റ് മൂവ്മെൻറ്റ്. നമുക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. 22,300 നമുക്ക് വാച്ച് ലിസ്റ്റിൽ നിന്ന് ആഡ് ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം വാച്ച് ലിസ്റ്റിൽ നിന്ന്.
22,300. വെയിറ്റ് ചെയ്യാം. 130, 140 ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ 22,500 ലെവലാണ്. ഇപ്പോൾ ഒരു സപ്പോർട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത് 22,570 ലെവൽ. ഇപ്പോൾ ഓൾറെഡി ലോവർ ലോ വന്നു കഴിഞ്ഞു. എന്നാലും പുട്ട് ഓപ്ഷനിലൊരു മൊമെൻറ്റം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് മേ ബി ഒരു പുൾ ബാക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ലോസ് നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ ഒരു റിസ്ക് നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും, അങ്ങനെ വേണം പറയാൻ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. 150 ലെവലിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഈ ഒരു 22,400 പുട്ട് ഓപ്ഷൻ. അതുപോലെ തന്നെ 22,300 ആയിരിക്കും നമ്മൾ ഹയർ ലെവൽസിലേക്ക് പുട്ട് ഓപ്ഷൻസ് പോവുകയാണെങ്കിൽ 22,300 എടുക്കാനായിട്ട് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ 22,200, 22,300, 200 ഒക്കെ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. ഓൾറെഡി സെലക്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇനി ഒരു മൊമെൻറ്റം കൺഫേം ആയിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ ഒരു ബൈയിങ് പ്രഷർ വരാൻ ചാൻസ് ഉണ്ട് 22,570 ലെവൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും ഒരു പുൾ ബാക്കിന് ശേഷം നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് എൻട്രി നോക്കാം. നമ്മൾ നേരത്തെ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു 22,570 ലെവലിലേക്ക് ഒരു പുൾ ബാക്കിന് ശേഷമാണ് ഇപ്പോൾ ഒരു ഡൗൺഫോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് 22,300. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് ഡേ ലോ സ്പോട്ടിൽ വന്നു കഴിഞ്ഞു. ഡേ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 500 ലെവലിലേക്കാണ് ഒരു എൻട്രി ടാർഗറ്റ് ചെയ്യുന്നത്. 520 ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇപ്പോൾ എടുക്കുന്നത് കുറച്ച് റിസ്ക്കിയാണ്. ഡേ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു പുട്ട് ഓപ്ഷൻ, കോൾ ഓപ്ഷനിലും സ്പോട്ടിലും. ഇപ്പോൾ നമുക്ക് ഒരു കൺഫർമേഷൻ ശേഷം നമുക്ക് എടുക്കാം. ഓൾമോസ്റ്റ് 500ലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 22,515 ലെവലിലേക്കെല്ലാം ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. വൺസ് നല്ല മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. $22,350 put option, 250 put option.
22,509.65 ആണ് ഇതുവരെയുള്ള ഡേ ലോ. ഓൾമോസ്റ്റ് ഒരു സപ്പോർട്ട് ലെവലാണ്. ഇവിടുന്ന് ഒരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു കൃത്യമായൊരു സപ്പോർട്ട് ലെവലാണ് 22,500. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഡേ ലോ 22,504.15. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു 570 ലെവൽ റെസിസ്റ്റൻസ് ലെവലായിട്ടും 500 ഒരു സപ്പോർട്ട് ലെവലായിട്ടും തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മണിക്കൂറായി ഈ ഒരു ലെവലിൽ തന്നെ ഒരു കൺസോളിഡേഷൻ ആണ് വന്നിട്ടുള്ളത്. ചെറിയൊരു പുൾ ബാക്ക് അഗെയിൻ ഒരു 570 ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഈ ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി നോക്കാം. $500 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 450 440 ലെവലിലേക്കാണ് നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ. ന്യൂ ഡേ ലോ ആണ് കോൾ ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. അതേസമയം സ്പോട്ട് ലെവലിൽ നേരത്തെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു 22,504.15 ആ ലെവൽ തന്നെയാണ് ഡേ ലോ. ഡേ ഹൈ ലെവൽ പുട്ട് ഓപ്ഷനിൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഡേ ലോ ലെവൽ 22,500 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഷാർപ്പ് ഡൗൺഫോൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മൊമെൻറ്റം വരികയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. കൺഫേം ആണെങ്കിൽ നമുക്കതിനെ പിരമിഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം.
യെസ് 500 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 22,500 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു എൻട്രി പ്ലാൻ ഉണ്ട്. 130, 144 വെയിറ്റ് ചെയ്യാം. ഒരു കൺഫർമേഷൻ ആവാനുണ്ട്. $160 ഒരു ടാർഗറ്റ് ലെവൽ കൂടിയാണ്. 22,300. അത് 160 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു എൻട്രി എടുക്കാം. 160, 150. ഓക്കെ, വെയിറ്റ്. യെസ്, നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ട്. 150 ആവറേജ് പ്രൈസ്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. 150 എൻട്രി എടുത്തിട്ടുണ്ട്. 22,250 വെയിറ്റ് ചെയ്യാം. നമുക്കൊന്ന് ആവറേജ് ചെയ്യാവുന്നത്. യെസ്, ആവറേജ് പ്രൈസ് 148.85. പിന്നെയുള്ള അഡീഷൻ നമുക്ക് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ 160 ലെവൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു റെസിസ്റ്റൻസ് ലെവലാണ് 160, 22,300 ലെവൽ. അപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് പുൾ ബാക്ക് വന്ന് നിൽക്കുകയാണ്. നമുക്ക് ഡേ ഹൈ റീടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. 22,250, 153 ഡേ ഹൈ. മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്ത് നോക്കാം. യെസ്, ഡൗൺ ആവാണ് ചെയ്തിട്ടുള്ളത്. യെസ്, വെയിറ്റ്. ഓക്കെ, നമ്മൾ 2 ലോട്ട് എടുത്തിട്ടുണ്ട്. 10 പോയിൻറ്റ്സ് ലോസിലാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയുള്ള അഡീഷൻ നമുക്ക് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. പ്രീവിയസ് ഡേ ഹൈ ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു പുൾ ബാക്ക്, അതൊരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. യെസ്, സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കപ്പിൾ ഓഫ് ലോട്ട്സ് കൂടി.
അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. ഈ ഒരു 22,300 160 റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് ഈ ഒരു സപ്പോർട്ട് ലെവലായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് കപ്പിൾ ഓഫ് എൻട്രീസ് എടുക്കാം ഈ ഒരു ലെവലിൽ. കൺഫേം ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിവിടെ കാണാം 22,300 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 160 ലെവൽ ഓൾമോസ്റ്റ് റീടെസ്റ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞു. 158 വന്നിട്ടുണ്ട്. ഇപ്പോഴും കൺഫേം ആയിട്ടുള്ള ഒരു പ്രൈസ് റിജക്ഷനാണ് കാണുന്നത്. വെയിറ്റ് ചെയ്യാം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പേഷ്യൻസോടുകൂടി ചെയ്യുക എന്നുള്ളത്. യെസ്, നമുക്ക് ആഡ് ചെയ്യാം. യെസ്, നമ്മൾ 3 ലോട്ട്സ് എടുത്തിട്ട് 146 ആവറേജ് പ്രൈസ്. കുറച്ച് സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 1:30 വരെയൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. സമയം 1 മണിക്കൂർ കൂടി എടുക്കാൻ ചാൻസ് ഉണ്ട്. അതിന് കൂടി പ്രിപ്പയർ ആയിട്ടാണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളത്. റിസ്ക് എന്തായാലും ഉണ്ട്. ഓൾമോസ്റ്റ് 159 വരെയാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു 22,300 പുട്ട് ഓപ്ഷൻ. അത് അവിടെ നിന്ന് ഡൗൺ ആയി മാർക്കറ്റിലൊരു റിവേഴ്സലാണ് കാണുന്നത്. ഇനിയൊരു അഡീഷൻ നമുക്ക് കൊടുക്കാൻ കഴിയില്ല കൺഫർമേഷൻ വരാതെ. നല്ലൊരു ലോവർ ലെവലിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഡേ ഹൈ ലെവൽ റീടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നല്ലൊരു ഫോൾ വരികയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യാം. നേരത്തെ വന്നിട്ടുള്ള സപ്പോർട്ട് ലെവൽ റീടെസ്റ്റ് ചെയ്തു. എഗെയിൻ ഒരു അപ്പ് മൂവ് വരികയാണ്. ചിലപ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്കൊരു 40 പോയിൻറ്റ്സ് ടാർഗറ്റ് ചെയ്യാം. നമ്മൾ 3 ലോട്ട്സ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡയറക്ഷൻ കൺഫേം ആയിട്ടില്ല. നമ്മുടെ ഒരു 22,500 ലെവലിലേക്ക് ഒരു പുൾ ബാക്കാണ് വന്നിട്ടുള്ളത്. സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ 22,500. ഇനി നമ്മൾ നേരത്തെ എക്സ്പെക്ട് ചെയ്ത ഒരു 22,440 ലെവലിലേക്ക് ഫോൾ ആവണം. അതിന് മുൻപായിട്ട് ഇപ്പോൾ പുൾ ബാക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ഡൗൺ ആവുന്നുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. 146 ആണ് ആവറേജ് പ്രൈസ്. കുറച്ച് റിസ്കി പൊസിഷനിലേക്ക് ഈ ഒരു ട്രേഡ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ആ ഒരു 1 hour ടൈം ഫ്രെയിം ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു ട്രേഡ് സഡൻ മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് വരാത്തിടത്തോളം 1 മണിക്കൂർ എടുക്കാൻ ചാൻസ് ഉണ്ട് ഈ ട്രേഡ് പ്രോഫിറ്റബിൾ ആവാൻ. ഒരുപക്ഷെ അങ്ങനെ എടുക്കാതെ തന്നെ അത് പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ അതൊരു 2,000 rupees ലോസിലാണ്. നമ്മൾ ഒരു ലോട്ട് എടുത്തു. അതിനുശേഷം എടുത്തിട്ടുള്ള എൻട്രീസ് ഒന്നും തന്നെ പ്രോപ്പറായിട്ടില്ല. സെക്കൻഡ് എൻട്രി അൺവാണ്ടഡ് എൻട്രി ആയിരുന്നു. തേർഡ് എൻട്രി കുറച്ച് റിസ്കി എൻട്രി ആയിരുന്നു. ഇപ്പോൾ പ്രോപ്പറായിട്ടൊരു എൻട്രി നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ 3 ലോട്ട് ഓൾറെഡി എടുത്ത് കഴിഞ്ഞു. ഇത് നമ്മുടെ റിയലായിട്ട് ഒരു ശരിക്കും ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ട്രേഡ് തന്നെയാണ്. റിവേഴ്സൽ സൈൻസ് വരെ ഓൾറെഡി വന്നിട്ടുണ്ട്. റിവേഴ്സൽ സൈൻസ് മേ ബി ആ ഒരു ലെവൽ വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഫിഗേഴ്സ് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ ലെവൽസ് ബ്രേക്ക് ചെയ്ത് റിവേഴ്സൽ ആവുകയാണെങ്കിൽ മാത്രമേ ഇത് എക്സിറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുവരെയുള്ള ലോസ് നമ്മളെന്തായാലും ബെയർ ചെയ്യേണ്ടി വരും. ഇൻ കേസ് ആ ഒരു ലെവലിൽ സപ്പോർട്ട് എടുക്കാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ആവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യേണ്ടി വരും. ലോസ് ബുക്ക് ചെയ്യേണ്ടി വരും.
ഇപ്പോൾ തന്നെ 3K ലോസിലേക്ക് വന്നു കഴിഞ്ഞു. ക്വാണ്ടിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലായി. അതുകൊണ്ടാണ് ഇവിടെ ലോസ് കുറച്ച് അധികം വന്നിട്ടുള്ളത്. ഇനിയും ലോസ് വരാൻ ചാൻസ് ഉണ്ട്. ഒരു 10K വരെ ലോസ് പോകാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ട്രേഡിൽ തന്നെ. ഇനി ഒരുപാട് സമയമുണ്ട് നമുക്ക് ഈ ഒരു ട്രേഡ് പ്രോഫിറ്റബിൾ ആവാൻ. അപ്പോൾ നമ്മൾ പൊസിഷൻ സൈസ് ലൈറ്ററായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി നമുക്ക് കുറച്ച് സമയം ഹോൾഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി റിസ്കി പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞു. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തത് 160 ലെവൽ ബ്രേക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഒരു മൊമെൻറ്റം വരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തു. അതുകൊണ്ടാണ് എൻട്രി കുറച്ച് അഗ്രസീവായിട്ട് എടുക്കാൻ പ്ലാൻ ചെയ്തത്. ബട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും മാർക്കറ്റിലിപ്പോൾ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. റിസ്ക്കിയാണ്. നമ്മൾ ഈ 3 ലോട്ട് എടുത്തെങ്കിലും നമുക്ക് ആവറേജ് പ്രൈസിൽ വലിയ രീതിയിലുള്ള കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടില്ല. ആവറേജ് പ്രൈസ് അതൊരു വലിയൊരു പ്രശ്നമാണ്. നമ്മൾ 146 തന്നെയാണ് സ്റ്റിൽ നമ്മുടെ ആവറേജ് പ്രൈസ്. ഫസ്റ്റ് എൻട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 150 ആണ്, 50 ആണ് നമ്മുടെ ആവറേജ് ഫസ്റ്റ് എൻട്രി. 50 ഉണ്ടായിട്ട് നമ്മൾ ഇപ്പോൾ അത് 130 വന്നിട്ട് പോലും നമ്മുടെ ആവറേജ് പ്രൈസ് 146 അറൗണ്ട് 50 തന്നെയാണ് നമ്മുടെ ആവറേജ് പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു പ്രോബ്ലമാണ് നമുക്ക് പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു 1 ലോട്ട് എടുക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ 3 ലോട്ട്സ് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റിസ്ക് കൂടുതലായിരിക്കും. 3x റിസ്ക് എന്തായാലും വരും. എന്തായാലും നല്ല മൂവ് വരാൻ ചാൻസ് ഉണ്ട് സ്പോട്ട് ലെവൽ. റിയലി നമ്മൾ ഈ ഒരു ട്രേഡിൽ ട്രാപ്പായി വേണമെങ്കിൽ പറയാം. ഞാനെന്തായാലും സ്ക്വയർ ഓഫ് ചെയ്യാൻ പോകുന്നില്ല. ഈ ഒരു ട്രേഡിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ഫോളോ വന്നു കഴിഞ്ഞാൽ ഞാൻ ആവറേജ് ചെയ്യും. കൺഫർമേഷൻ കിട്ടുന്നത് വരെ ഞാൻ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യും. എത്ര ഡീപ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അത്ര ഡീപ്പിലേക്ക് കൊണ്ടുപോകും. അത് നമ്മുടെ ലോസ് വളരെയധികം കൂടുതലാക്കാനുള്ള ചാൻസസ് ഉണ്ട്. എങ്കിലും അതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. കാരണം ഒരു മണിക്കൂറെങ്കിലും ഈ ട്രേഡ് പ്രോഫിറ്റബിൾ ആവാൻ എടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും നമ്മൾ 3 ലോട്ട്സ് എടുത്തു എന്നുള്ളതൊരു മിസ്റ്റേക്കാണ്. ലൈറ്റർ പൊസിഷനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് രാവിലത്തെ ട്രേഡ് ചെയ്തതുപോലെ തന്നെ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് നമ്മൾ കുറച്ച് അഗ്രസീവായി പോയി ഈ ഒരു ട്രേഡിൽ. ഇനി ഡൗൺ ആവണം. എന്തായാലും 10K അറൗണ്ട് ഞാൻ ലോസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ട്രേഡിൽ. ബട്ട് പ്രോഫിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ട്രേഡിൽ കൂടുതൽ പ്രോഫിറ്റ്സ് വരാനുള്ള ചാൻസസ് ഉള്ളൂ. ആസ് ഓഫ് നൗ നമ്മൾ ഈ ഒരു ട്രേഡിൽ കൂടുതൽ വോള്യൂം ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് സൈഡ് അത്ര വരാൻ ചാൻസ് ഇല്ല. പ്രോഫിറ്റ് സൈഡ് നമുക്കൊരു 10-20 പോയിൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ടാർഗറ്റ് ചെയ്ത ഒരു 40 പോയിൻറ്റ്സ് വരാനുള്ള ചാൻസസേ ഉള്ളൂ. ഇപ്പോഴും നമ്മുടെ ഡയറക്ഷൻ നമുക്ക് എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് കൺഫർമേഷനായിട്ട് വെയിറ്റ് ചെയ്യാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ കൺഫേം ആവാൻ വേണ്ടി മാത്രമല്ല, അത് ആഡ് ചെയ്യാനല്ല. കാരണം നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. മേ ബി 1 ലോട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. കാര്യം ഞാൻ മൂന്നാമത്തെ എൻട്രി എടുക്കുന്നതിന് മുൻപ് 2 എൻട്രി എടുക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ആ ഒരു ലെവൽ റിസ്കി ആണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ 1 എൻട്രി മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമുക്കുള്ള 1 എൻട്രി നമുക്ക് എടുക്കാം. പക്ഷേ അതെടുക്കുമ്പോഴും ഓൾമോസ്റ്റ് അതൊരു പോസ്റ്റിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അറൗണ്ട് 150 അല്ലെങ്കിൽ 145. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇത്ര കാര്യങ്ങൾ എത്രയാണോ നമുക്ക് വീഡിയോയിൽ പറയാൻ പറ്റുക അത്ര മാത്രമേ ഈ ഒരു ലൈവ് ട്രേഡ് ചെയ്യുമ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ. ട്രേഡിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആസ് ഓഫ് നൗ റിസ്കി പൊസിഷൻ ക്വാണ്ടിറ്റിയും കുറച്ച്
കപ്പിൾ ഓഫ് ക്വാണ്ടിറ്റീസ് അധികമാണ്. 1 ലോട്ട് ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് 3 ലോട്ട്സാണ്, അതിൻ്റെ റിസ്ക് ഇതിനുണ്ട്. മേ ബി ബെസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 140 തന്നെയാണ്. 140 ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എനിത്തിങ് നമ്മുടെ ഡയറക്ഷനിലേക്ക് കിട്ടും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഇഫ് ഇറ്റ് ബ്രേക്സ് 140. അപ്പോൾ കറൻ്റ്ലി അത് 128-30 ലെവലിലാണ് 10 പോയിൻറ്റ്സ് കൂടി വരേണ്ടത്. നോക്കാം. എന്തായാലും ആസ് ഓഫ് നൗ നമ്മുടെ റിസ്കി പൊസിഷനിലാണ്. 4K ലോസിലാണ്. നെറ്റ് ലോസ് 1000 ആണ്. നമ്മൾ 2.6K രാവിലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വലിയ ലോസിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. 1 ലോട്ട് മാത്രമേ ഇനി ആഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതും ഡയറക്ഷനിൽ വരികയാണെങ്കിൽ അത് മോസ്റ്റ്ലി നമ്മൾ 150 അറൗണ്ട് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ മച്ച് ലോവർ സൈഡ് 100ൻ്റെ താഴെ ആ ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ആസ് ഓഫ് നോ 4K ലോസ് കറണ്ട് പൊസിഷൻ. യെസ്, നമ്മളൊരു പുൾ ബാക്കിന് ശേഷം നമ്മുടെ പൊസിഷൻ 140 ലെവൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവലിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഇത് പ്രോഫിറ്റ് ആവും എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 147 ആണ്, 146.58. ഇപ്പോൾ നമ്മൾ 140 വന്നു, സ്റ്റിൽ നമ്മൾ പ്രോഫിറ്റ് ആവുന്നില്ല. അതിന് കാരണം നമുക്ക് താഴത്തെ ലെവൽസിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. ഓൾറെഡി നമ്മൾ 3 ലോട്ട് എടുത്തു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടമായി. അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ മൂവ്മെൻറ്റിന് പോയിൻറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ആവറേജ് പ്രൈസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് സ്പോട്ട് ലെവൽ വാച്ച് ചെയ്യാം. അത് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റൂ. ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പക്ഷേ അത് ബ്രേക്ക് ചെയ്യാൻ അതിൻ്റേതായ സമയം എടുക്കാനും സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ട്രേഡ് പെട്ടെന്ന് തന്നെ പ്രോഫിറ്റിലേക്ക് ആവാനുള്ള ചാൻസസ് കുറവാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. 140 ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു മൊമെൻറ്റം വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡേ ഹൈ ലെവലിൽ നിന്ന് സ്ക്വയർ ഓഫ് ചെയ്യാം. പക്ഷേ ഇത് 140 ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ആസ് ഓഫ് നൗ ഇത് ഇനിയും സമയമെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 153 അറൗണ്ടാണ് ഇന്നത്തെ ഡേ ഹൈ. 153.60 ആണ് ഡേ ഹൈ. ഇപ്പോൾ അത് വരുന്നുണ്ട്, നമുക്ക് ഒന്നും പറയാറായിട്ടില്ല. 140 ലെവൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തു, അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് പുൾ ബാക്ക് വരാനുള്ള ചാൻസസ് ഇപ്പോഴും ഉണ്ട്. ഡേ ഹൈ ലെവൽ ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മേ ബി 22,450 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ നല്ല പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോഴും ഒരു റിസ്കി പൊസിഷനിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 46 160 ലെവൽ നമുക്കൊരു 20 പോയിൻറ്റ്സ് ടാർഗറ്റ് ചെയ്യാം. 160-65 ലെവലിൽ ഈ ഒരു പൊസിഷൻ ബുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇൻ കേസ് ഇതിപ്പോൾ തന്നെ വരികയാണെങ്കിൽ ടൈം എടുക്കും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 130 ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടൈം. ആ ഒരു സമയത്തെ ഒരു ബ്രേക്ക് ഔട്ട് വരാനുള്ള ചാൻസസ് ഉള്ളൂ. നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി അതിന് മുൻപ് വന്ന ഒരു ബ്രേക്ക് ഔട്ടിൽ 3 ലോട്ട്സ് എടുത്തു പോയി. അപ്പോൾ അതാണ് നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്. നമ്മൾ രാവിലെ ചെയ്തതുപോലെ ഒരു ലോട്ട് എടുത്തിട്ട് നമുക്ക് ഈ ഒരു പുൾ ബാക്കിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ പ്രോഫിറ്റിൽ വന്നിട്ടുണ്ടാവുമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ അത് ഓൾറെഡി എടുത്തത് കൊണ്ട് നമ്മൾ എടുക്കാതിരിക്കുക. അത് വീണ്ടും എടുത്തെങ്കിലും നമ്മൾ പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ അതിലും നമ്മൾ ആഡ് ചെയ്ത് നമ്മുടെ റിസ്ക് കൂടുതലാക്കിയിട്ട് കാര്യമില്ല. ആ ഒരു കാര്യം നമ്മൾ ചെയ്തു ഇതിനകത്ത്. ഓക്കെ, ബാക്ക് ടു കോസ്റ്റ് 145. ഓക്കെ, ഇനിയൊരു 20-30 പോയിൻറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഡേ ലോ ബ്രേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ. ബട്ട് ടൈം എടുക്കാനും ചാൻസ് ഉണ്ട്. ടൈം എടുക്കും തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ടൈം എടുക്കാതെ വന്നു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് അത്രയും വലുതാവാനും ചാൻസ് ഉണ്ട്. നമ്മളെല്ലാത്തിനും പ്രിപ്പയർ ആവുക എന്നുള്ളതാണ് ഈ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. യെസ്, അത് 140 വീണ്ടും ഫുൾ ബാക്ക് വരും. കാരണം ആ ഒരു ടൈമിംഗ് പ്രോപ്പർ അല്ലെങ്കിൽ എന്തായാലും ഫുൾ ബാക്ക് വരാതെ അതിന് ഡൗൺ ആവാൻ പറ്റില്ല സ്പോട്ട് ലെവൽ. നമുക്ക് ഒരു പക്ഷേ 140 ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ബ്രേക്ക് ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഓക്കെ, ആസ് ഓഫ് നൗ 1500 ആണ് കോസ്റ്റിലേക്ക് ഓൾമോസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് നമുക്ക് നോക്കാം.
യെസ്, ഡേ ലോ ബ്രേക്ക് ചെയ്ത് ഒരു ഫോൾ വരാൻ പോകുന്നുണ്ട്. നമ്മൾ കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് 146. ഓക്കെ, ഒരു ഡേ ഹൈ റീടെസ്റ്റ് ഓർ ബ്രേക്ക് ഔട്ടാണ് നമുക്ക് വേണ്ടത്. 160 ആണ് ഞാൻ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് ടൈം ഇനിയും ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. ഡേ ലോ ലെവൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് പോസ്റ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രേക്ക് ഔട്ട് വരാൻ പോവുകയാണെന്ന്. ഇനിയും സമയം എടുക്കാൻ സാധ്യതയുണ്ട്. കോൾ ഓപ്ഷൻ ഡേ ലോ വന്നിട്ടില്ല, ഓൾമോസ്റ്റ് ഡേ ലോയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഇനിയൊരു കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബുക്ക് ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ 140 ഒരു കോസ്റ്റ് ലെവലിൽ നിന്ന് അത് ഒരു പുൾ ബാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തു. 3.4K ലോസിലാണ് സ്ക്വയർ ഓഫ് ചെയ്തത്. അപ്പോൾ ഇനി ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വരികയാണെങ്കിൽ മാത്രം നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ കോസ്റ്റ് വരെയാണ് വന്നത് 146 ലെവൽ. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ നെറ്റ് PNL 755 റുപ്പീസ് ലോസിലാണ്. അപ്പോൾ നമുക്കിനി ഫർദർ ട്രേഡ്സ് നമ്മുടെ ഡയറക്ഷനിലേക്ക് വരികയാണെങ്കിൽ മാത്രം നമുക്ക് റീ എൻറ്റർ ചെയ്യാം ഈ ഒരു ട്രേഡ്. ആസ് ഓഫ് നൗ നമ്മൾ 755 റുപ്പീസ് ലോസിലാണ്. അപ്പോൾ ഈ ഒരു ഡൗൺഫോൾ വളരെ പെട്ടെന്ന് വന്നതുകൊണ്ട് അതിലൊരു അഗ്രസീവ് എൻട്രി എടുത്തു. എഗെയിൻ നമ്മൾ കുറച്ച് പൈസ കൂടി ലോസായി. അപ്പോൾ ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തായിരുന്നു, പക്ഷെ അത് എന്തോ ഒരു ആപ്ലിക്കേഷനിൽ എന്തോ ഒരു എറർ വന്നിട്ട് അത് വീഡിയോ തന്നെ ക്യാൻസലായി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു 22,300 പുട്ട് ഓപ്ഷൻ എഗെയിൻ നമ്മൾ ഒരു 130 ലെവലിൽ എൻ്റർ ചെയ്തു. അറൗണ്ട് 2:35 130 അറൗണ്ട് എൻ്റർ ചെയ്തു. ഒരു 3 ലോട്ട്സ് ആയിരുന്നു. 88 സ്ക്വയർ ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ 7,000 റുപ്പീസിൻ്റെ ലോസാണ് ആ ഒരു പൊസിഷനിൽ വന്നിട്ടുള്ളത്. പിന്നെ 3 മണി കഴിഞ്ഞിട്ട് ആ ഒരു പൊസിഷൻ 3 o'clock ആവാൻ ആയതുകൊണ്ട് തന്നെ വലിയ മൂവ്മെൻറ്റ്സ് ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ റിസ്കി ആവും എന്ന് പറഞ്ഞിട്ടാണ് അത് സ്ക്വയർ ഓഫ് ചെയ്തത്. ഇപ്പോൾ അത് 108 110 വന്നിട്ടുണ്ട്. എന്തായാലും 755 ലോസ് ഉണ്ടായിരുന്നതാണ്, അതൊരു 7,000 ലോസ് കൂടി ആഡായി. 7,789 ഇന്നത്തെ ലോസ്. അപ്പോൾ ഇതോടുകൂടി നിർത്തി ഇന്നത്തെ ട്രേഡിങ്. അപ്പോൾ എന്തായാലും 3 മണിയായി. ഇപ്പോൾ നമ്മൾ 2,600 പ്രോഫിറ്റിലാണ്, 2.6K പ്രോഫിറ്റിൽ തുടങ്ങിയതാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് ട്രേഡിൽ തന്നെ നമുക്ക് 3.3K ലോസ് വന്നു. അപ്പോൾ അങ്ങനെ 755 ലോസ് എന്ന് അഗെയിൻ ലാസ്റ്റ് ട്രേഡിൽ 7K ലോസാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഇന്നൊരു ലോസ് ഡേ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ റിക്കവർ ചെയ്യാം. എന്തായാലും ഇന്ന് ഒരു മോശം ദിവസമാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് നല്ലൊരു ഇതിലായിരുന്നു, അതിനുശേഷം നമുക്ക് അത് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എന്തായാലും നാളെ നോക്കാം, മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.